ആ എന്തായി? ഞാൻ വന്നോണ്ടിരിക്കാണ്. എന്തായാലും ഒരമണിക്കൂർ. നീ ആ അമ്പലപ്പറമ്പിൽ കൊടി കെട്ടുന്ന കാര്യം നോക്കിക്കോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പ്രശ്നമുള്ള ഏരിയയാണ്. ശരി, എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. വെച്ചോ. ഞങ്ങളുടെ പാർട്ടിയിൽ ഓർത്തിനെ തൊട്ട 100 വെട്ടിയെടുത്ത് ഞങ്ങൾ അങ്ങനെ വീണ്ടും രക്തസാക്ഷികൾ ഉണ്ടായിരിക്കുന്നു. കഷ്ടം. നാട്ടിലെ നല്ലൊരു നേതാവായിരുന്നു. മുൻ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തതാ. എന്തായാലും കുറച്ച് കൂടിപ്പോയി. കൊല്ലപ്പെട്ടവന്റെ പേരെന്താ? രമേശ് എന്നാ. പിണ്ടച്ച പിതൃണാം പരിതിഷ്ഠയെ സമർപ്പയാമി. ഇനി മരിച്ചുപോയ ആളെ മനസ്സിൽ നല്ലവണ്ണം മനസ്സിരുത്തി ഉരുള ഉരുട്ടി ഇലയിൽ വെച്ചോളൂ. രമേശ, എന്നെ മനസ്സിലായില്ലേ? രമേശ, ഞാൻ നീ തന്നെയാണ്. നിന്നെപ്പോലെ അനേകം പേരിൽ ഞാനുണ്ട്. മനസ്സിലായില്ല. പറയാം. വരൂ, ഇതൊരു കൂട് വിട്ട് കൂടുമാറലിന്റെ സങ്കേതമാണ്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. രമേശ, ഞാൻ നിന്നിലെ ബോധവും ബുദ്ധിയുമാണ്. നീ എത്തപ്പെട്ട ലോകത്തെക്കുറിച്ച് വൈകാതെ നിനക്ക് മനസ്സിലാകും രമേശ. ഇനി നിനക്ക് പലതും കാണാൻ കഴിയും. ദാ നോക്ക്. രമേശ, രമേശ, ഇത് തീക്കളിയാ. ഇന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിവസം. പ്രകാശ, വേണ്ട. എടാ, നിന്റെയും നിന്റെ കൂട്ടുകാരുടെ ബലത്തിലാ ഇന്ന് ഈ കടകൾ മുഴുവൻ തുറന്നിരിക്കുന്നതും ഈ ഓട്ടോകൾ മുഴുവൻ നിരത്തിലിറങ്ങിയിരിക്കുന്നതും. എടാ പരനാറി മോനെ, നിന്റെ പള്ളക്കകത്ത് ഇരുമ്പിന്റെ കുടലൊന്നല്ലോ, ഓർത്തോ? പോടാ. രമേശ, നിനക്കും കിട്ടിയോ ഈ പരലോക കുപ്പായം? തിരിച്ചറിവില്ലാതെ പോയ ജന്മം. പ്രകാശനും രമേശനും ജോർജും പിന്നെ നാസറും, അങ്ങനെ പലരും. പ്രകാശ, എല്ലാം വെറുതെ ആയിരുന്നില്ലേ? ഞാനായിരുന്നു ശരിയെന്ന് ഞാനും നീയായിരുന്നു ശരിയെന്ന് നീയും വാദിച്ചിരുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? അന്ന് നമുക്ക് മനസ്സിലാകാതെ പോയിരുന്ന ആ സത്യം ഇന്ന് ഈ പരലോക കുപ്പായം കിട്ടിയപ്പോ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തീർന്നിട്ടില്ല രമേശ്. നിന്റെ പേരിലാണ് പുതിയ കലാപരിപാടികളൊക്കെ അരങ്ങേറുന്നത്.
പക്ഷേ നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരോ? ഹലോ ഭരണപക്ഷം, ഞാൻ മറന്നിട്ടില്ല. ഞാൻ വന്നിരിക്കും. ബന്ധോ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ പാർട്ടിക്കാരുടെ അല്ലേ. കല്ലും മുട്ടിയും മാറ്റിയിട്ടാണെങ്കിലും താങ്കളുടെ മകളുടെ കല്യാണത്തിന് ഞാൻ എത്തിയിരിക്കും. ഇത് പ്രതിപക്ഷത്തിന്റെ വാക്കാ. പ്രകാശ, മാപ്പ്. ആരോട്? ഞാനും ഭ്രാന്തനായിരുന്നില്ലേ? മുഴുത്ത ഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്. അന്ന് നിനക്കെതിരെ, നിന്റെ പാർട്ടിക്കെതിരെ എന്തെല്ലാം ആക്രോശങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. എന്റെ മകൻ. ഇനി ആ കാഴ്ച കൂടി കാണണോ രമേശ നിനക്ക്? ഇത്രയും സാധനം തരാൻ പറ്റില്ല കുട്ടിയെ. അങ്ങനെ പറ്റാൻ ഒരുപാട് തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് നമുക്ക് നോക്കാം. അതങ്ങാടി കൊടുക്കു വർക്കേ. എത്ര വന്നാലും നിന്റെ സ്നേഹിതനായിരുന്നില്ലേ രമേശൻ? ഒരു കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ അവനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു കച്ചവടമാണ്. അതിന് ലാഭം വേണം. സേവനം നടക്കൂല. പിന്നെ അവനെന്തിനാ മറ്റവർക്കെതിരെ നിൽക്കാൻ പോയത്? അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാ പോലായിരുന്നോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പാഴാക്കിയത് നമ്മളാണ്. നിന്റെ അനുഭവങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യാസമായിരുന്നില്ല എന്റേതും. പക്ഷെ രമേശ, രക്തസാക്ഷികൾ ഇനിയും ഉണ്ടാവും. അതെ, നമുക്ക് തടുക്കണം. ആത്മാക്കളുടെ രോദനം. ഇവിടെ ശക്തി ക്ഷയിച്ചവരാണ് നിങ്ങൾ. ഇനിയും പ്രകാശിനെയും രമേശിനെയും പോലുള്ളവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഭൂമിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇതൊരു ധർമ്മരക്ഷായുദ്ധമല്ല. ബോധവും ബുദ്ധിയും നശിച്ച അണികളുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ തുടർക്കഥയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നെ അറിയാതെ പോയി. ജീവിച്ചിരിക്കുന്ന മനുഷ്യ, ഞാൻ വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് രാഷ്ട്രീയ നിറമില്ല, ജാതിയും മതവുമില്ല. ഞാൻ നിന്നിലെ ബോധവും ബുദ്ധിയുമാണ്.